അപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ വായിച്ച് നോക്കുക. ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ജോബിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരിക്കണോ, ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കണോ, എന്തെങ്കിലും എല്ലാം വായിച്ച് നോക്കുക. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. എപ്പോഴും ഹോം ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള സ്ക്രീനിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. ഏകദേശം ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ നമ്മൾ സൈറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഹോം ബട്ടൺ നമ്മൾ മനസ്സിലാക്കി. ഹോം പറയുമ്പോൾ എപ്പോഴും നമ്മൾ മെയിൻ സ്ക്രീനിലേക്ക് വന്ന് നിൽക്കുന്ന ബട്ടണ്. ഫൈൻഡ് ജോബ് അടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ജോലിയുടെ പേര് വെച്ച് സെർച്ച് ചെയ്യുക, ലൊക്കേഷൻ ഏരിയ വെച്ചിട്ട് സെർച്ച് ചെയ്യുക. എപ്പോഴും സ്ഥലപ്പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യുക. അപ്പോഴുള്ള മുഴുവൻ ജോലികളും കിട്ടുള്ളൂ. മറ്റത് ജോലികൾ മുഴുവനായിട്ട് കിട്ടില്ല. ഏരിയ വെച്ച് മാക്സിമം സെർച്ച് ചെയ്യുക. ഓക്കെ, അതിലുള്ള പിന്നെ ജോബ് ഐ ഡി നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. ഇതിന് ശേഷം പിന്നെ നമുക്കിതിൽ സ്ക്രീനിൽ ഹോം അടിച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ലേറ്റസ്റ്റ് ജോബ് വന്നിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് ലേറ്റസ്റ്റ് ജോബ് വന്ന് കിടക്കുന്ന ജോലികളിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മുടെ സൈറ്റിൽ റിയാബിൻ്റെ വെബ്സൈറ്റിൽ കയറ്റുമ്പോൾ ഏറ്റവും മേലെ വന്ന് നിൽക്കുന്നതാണ് പുതിയ വേക്കൻസികൾ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്ന് എന്ത് ചെയ്യുക, വൈകുന്നേരം ഒന്ന് നോക്കുക. എന്നിട്ട് ഇതിൽ ഏത് നമ്പറിലാണ് ലാസ്റ്റ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റ് വന്ന് കിടക്കുന്ന നമ്പർ എത്രയാണ്, 6964 എന്ന് പറയുന്ന നമ്പറിലാണ് ഇപ്പോൾ ഇന്ന് വന്ന് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നാളെ എന്ത് ചെയ്യുക, വൈകുന്നേരത്ത് നോക്കുക. ഈ 6964 ശേഷമുള്ള ഏതൊക്കെ ജോലിയാണ് വന്നിരിക്കുന്നത് പുതിയത് നോക്കുക. അത് ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യുക. വെബ്സൈറ്റ് നമ്മൾ ഗ്രൂപ്പിലും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിലും മറ്റു യൂട്യൂബ് ചാനലിലൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ജോലികൾ ചെയ്യുന്നത് നേരെ വെബ്സൈറ്റിലാണ്. ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. അതിൽ നിന്നാണ് പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജോലികൾ എന്ത് ചെയ്യുക, എളുപ്പത്തിൽ വേഗത്തിൽ കണ്ടെത്താൻ, സമയം കളയാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വേഗത്തിൽ കണ്ടെത്താൻ കഴിയുക. അപ്പോൾ നിങ്ങൾ എല്ലാ മേഖലയിലും ജോലികളുണ്ട്. ഒട്ടും പഠിക്കാത്തവർക്കുണ്ട്. സാധാ 5ാം ക്ലാസ്സും 10ാം ക്ലാസ്സും +2 ഉള്ളവർക്ക്, ഡിഗ്രി ഉള്ളവർക്ക്, MCA ഉള്ളവർക്ക്, PG ഉള്ളവർക്ക്, ടീച്ചർ വേക്കൻസി, ഒരുപാട് വേക്കൻസികൾ പ്രൈവറ്റ് മേഖലകളിൽ, ഗവൺമെൻറ് ജോലി ഒഴിച്ചിട്ടുള്ള എല്ലാ മേഖലകളും റിയാഹബ് എന്ത് ചെയ്യുന്ന ജോലികളുടെ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, പഠിച്ചിട്ടില്ല നിങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അനുയോജ്യമായ ജോലികൾ ഒരുപാട് വേക്കൻസികളുണ്ട്. അപ്പോൾ അവനവൻ്റെ നാട്ടിൽ തന്നെ ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സർവീസ് ചാർജ് ഇല്ല. എടുത്ത് പറയുന്ന കാര്യം, സർവീസ് ചാർജ് മേടിക്കുന്നില്ല. ഇപ്പോൾ സർവീസ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജോലി ആക്കി തന്നാൽ, ഞങ്ങൾ ആദ്യം ജോബ് കൺസൾട്ടൻസിയാണ് നടത്തുന്നത്. അന്ന് ഞങ്ങൾ സർവീസ് ചാർജ് മേടിച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ സർവീസ് ചാർജ് മേടിക്കുന്നില്ല. സാധാരണ നമ്മൾ എന്ത് ചെയ്യണോ, ജോബ് കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യ മാസം ശമ്പളത്തിൻ്റെ ഒരു പകുതി ഏകദേശം മേടിക്കും. അതാണ് സർവീസ് ചാർജ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ മേടിക്കുന്നില്ല.